ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നെ സഹായിക്കാൻ? ഞാനുണ്ടമ്മച്ചി, നിങ്ങളെ സഹായിക്കാൻ. നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട. AI is getting very crazy man. ഇതുപോലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ വ്യൂസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് തള്ളിപ്പോവും. മില്യൺ കണക്കിന് വ്യൂസാണ് ഓരോ വീഡിയോസിനും ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ ഒരു സില്ലി വീഡിയോ ആണെങ്കിൽ പോലും ഇതുകൊണ്ട് അവരുണ്ടാക്കുന്ന ഇൻകം എന്ന് പറയുന്നത് വളരെ വലുതാണ്. സോ ഇത്തരം ഒരു വീഡിയോ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ജനറേറ്റ് ചെയ്ത ഫുള്ളി സിനിമാറ്റിക് വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. A man was drowning in the water. The boat came by and said, "You need any help?" He said, "No, thank you. God will save me." Then another boat came by, said, "Do you need any help?" And he said, "No, thank you. God will save me." Then he drowned and went to heaven. And he said, "God, why didn't you save me?" And God said, "I sent you 2 big boats, you dummy." Do you like it? സോ ആദ്യം തന്നെ ഈ ഒരു സിനിമാറ്റിക് വീഡിയോ ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് കാണിച്ചു തരാം. സോ ഇതെല്ലാം ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ഹിക്സ്ഫീൽഡ് AI എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഹിക്സ്ഫീൽഡ് AI എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് AI ജനറേറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ക്രിയേറ്റേഴ്സിന് ഹൈ ക്വാളിറ്റി സിനിമാറ്റിക് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ടെക്സ്റ്റ്, പ്രോംപ്റ്റ് ആൻഡ് ഫോട്ടോസ് വഴി ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ മുകളിൽ കാണുന്ന സിനിമ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ ഒരു AI ടൂൾ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു സിനിമാറ്റിക് വീഡിയോ ടോട്ടലി ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടൂൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും ഒരുപോലെ കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തിട്ട് ഫോട്ടോയിലോട്ട് ആനിമേറ്റ് ചെയ്യാനും ഈ ഒരു ടൂൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ഏത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യണം, ഏത് ലെൻസ് വെച്ച് ഷൂട്ട് ചെയ്യണം, ഫോക്കൽ ലെങ്ത് എത്ര വെക്കണം, എല്ലാം നമുക്ക് ഫുള്ളി കസ്റ്റമൈസബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടൂളാണ് സിനിമ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ. ഇനി നിങ്ങൾക്ക് അടിയിലായിട്ട് ബാച്ച് സൈസ് കാണാൻ പറ്റും. ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അറ്റ് എ ടൈം 4 ഫോട്ടോസ് വരെ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ആസ്പെക്ട് റേഷ്യോ കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ 2K തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജനറേറ്റ് ക്ലിക്ക് ചെയ്യാം. ഒരു പ്രോംപ്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം ഡീറ്റെയിൽസ് ഉണ്ടാവും നിങ്ങളുടെ ഫോട്ടോയിൽ. ഏകദേശം 1 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ജനറേറ്റ് ചെയ്യാനിട്ട ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റീജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മൾട്ടി ഷോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ഒരു മൾട്ടി ഷോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസിൻ്റെ മൾട്ടിപ്പിൾ ഷോട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു ഫോട്ടോ തന്നെ അവർ ഈസി ആയിട്ട് വേറെ രീതിയിൽ ഇതുപോലുള്ള രീതിയിൽ മൾട്ടിപ്പിൾ ഷോട്ടായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ഞാൻ അങ്ങനെ ഒരു ഷോട്ട് വേണമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ മൾട്ടിപ്പിൾ ഷോട്ട് ക്ലിക്ക് ചെയ്യാണ്. സോ അതും അവിടെ ജനറേറ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഞാൻ ഇതെങ്ങനെ ആനിമേറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആനിമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സോ അത് നിങ്ങൾ സ്റ്റാർട്ട് ഫ്രെയിം ആയിട്ട് കൊടുക്കുക. ആനിമേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയുടെ ആനിമേഷൻ ഏത് ക്യാമറ മൂവ്മെൻറ്റിൽ വരണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാറ്റിക്സ് ഉണ്ട്, ഹാൻഡ് ഹെൽഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രോൺ ഷോട്ട് വരെ ഇതിലുണ്ട്. ഞാനിവിടെ ഹാൻഡ് ഹെൽഡാണ് എടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ റേഷ്യോ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഓഡിയോ എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ സ്ലോ മോഷൻ വേണമെന്നുണ്ടെങ്കിൽ സ്ലോ മോഷൻ എനേബിൾ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെയും വീഡിയോസിനും ബാച്ച് സൈസ് കാണാൻ പറ്റും. ഞാനിവിടെ ഒരു വീഡിയോ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ജനറേറ്റ് ക്ലിക്ക് ചെയ്യാണ്. സോ നമ്മുടെ വീഡിയോസ് ജനറേറ്റ് ആയിട്ട് വരാനായിട്ട് ഏകദേശം 2 to 3 മിനിറ്റ്സ് എന്തായാലും എടുക്കും. സോ ഞാൻ മുൻപ് ചെയ്ത് വെച്ച അല്ലെങ്കിൽ AI കൊണ്ട് ജനറേറ്റ് ചെയ്ത ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. സോ ഇതെല്ലാം ഞാൻ മുൻപേ ചെയ്ത വീഡിയോസാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവ്യൂവിൽ കാണിച്ചു തന്ന ആ ഒരു സിനിമാറ്റിക് ഷോട്ട്സ് എല്ലാം ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. അതിൻ്റെ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന് ഇൻഫോർമേഷൻസ് ആയിട്ടുള്ള ഏത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തു, ലെൻസ് ഏത് യൂസ് ചെയ്തു, അപ്പേച്ചർ ഏത് യൂസ് ചെയ്തു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ ഇവിടെ തന്നെ ഞാൻ ജനറേറ്റ് ചെയ്ത ആ ഒരു മൾട്ടി ഷോട്ട്സ്, ആ ട്രെയിനിൽ ഇരിക്കുന്ന ആളുടെ മൾട്ടി ഷോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാകും ആ ഒരു വീഡിയോയുടെ ഫൈനൽ ഔട്ട്പുട്ട് കാണാനായിട്ട്. നമ്മൾ കൊടുത്ത സെയിം ക്യാമറ ലെൻസ് വെച്ചിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. കളർ കറക്ഷനൊക്കെ പക്കാണ്. ഇനി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ ഡൗൺലോഡ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് നമ്മുടെ മൾട്ടി ഷോട്ടും ഇവിടെ വന്നിട്ടുണ്ട്. സോ മൾട്ടി ഷോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത രീതിയിൽ തന്നെ ആ ഒരു ട്രെയിനിൻ്റെ ഫുള്ളി മൾട്ടിപ്പിൾ ഷോട്ട്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഈ ഒരു ഷോട്ടിൽ നമുക്ക് ഏത് ഷോട്ട് വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിച്ചിട്ട് അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ആനിമേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. സോ ആ ഒരു ആനിമേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു
പെർട്ടിക്കുലർ ഷോട്ട് മാത്രം ആനിമേറ്റ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. സോ ഇതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. സോ ഞാൻ ആ ഒരു വീഡിയോ കൂടി ഇവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തം ആപ്പിൽ വെച്ചിട്ട്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പിൽ വെച്ചിട്ട് ആഫ്റ്റർ എഫക്ട്സ് ഓർ ക്യാപ്കട്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് എല്ലാം മെർജ് ആക്കിയിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു സിനിമാറ്റിക് വീഡിയോ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ എനിക്കിനി ഈ ഒരു സെയിം ട്രെയിനിൽ തന്നെ വേറൊരാൾ ബുക്ക് വായിക്കുന്നതായിട്ട് കാണണം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ആനിമേഷൻ്റെ ബട്ടണിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ റെഫറൻസ് എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോ റെഫറൻസ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജനറേറ്റ് ക്ലിക്ക് ചെയ്യാം. സോ അതും ജനറേറ്റ് ആയിട്ട് വരാനായിട്ട് ഏകദേശം ഒരു 1 മിനിറ്റ് പിടിക്കും. സോ വന്നിട്ടുണ്ട്. സോ ഇതിനുശേഷം ഞാൻ ഈ ഒരു ഫോട്ടോ കൂടി എങ്ങനെ ആനിമേറ്റ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം. സോ അതിനായിട്ട് നമുക്കിവിടെ ആനിമേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്കിവിടെ ആ ഒരു ഫോട്ടോ സ്റ്റാർട്ടിങ് ഫ്രെയിമിലോട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ മൂവ്മെൻറ്റ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് മൂവ്മെൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഹാൻഡ് ഹെൽഡ് തന്നെയാണ്, വേണ്ട ഒരു സൂമിങ് കൊടുക്കാം. നമുക്ക് സൂമിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പ്രോംപ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതാണ് അത്രയും നല്ലത്. എനിക്കിപ്പോൾ ഈ ഒരു മനുഷ്യൻ ആ ബുക്ക് നോക്കി വായിച്ച് സ്മൈലാക്കിയിട്ട് വിൻഡോൻ്റെ അപ്പുറത്ത് നോക്കണം എന്നാണ് എനിക്കിവിടെ പ്രോംപ്റ്റായിട്ട് കൊടുക്കേണ്ടത്. സോ ഞാനതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ബാച്ചും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ജനറേറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി ഇവിടെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, പക്കായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി സൂമിങ് കാര്യങ്ങളും കളർ കറക്ഷനും എല്ലാം അടിപൊളിയാണ്. സോ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ക്യാപ്കട്ട് ഓർ ആഫ്റ്റർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ട് ഇതെല്ലാം മെർജ് ആക്കിയിട്ട് നിങ്ങൾക്കൊരു മൂവി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ആ ഒരു അമ്മച്ചിയുടെ വീഡിയോ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ ഇങ്ങനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം. അതുപോലെ തന്നെ ആദ്യം നിങ്ങളൊരു ഇമേജ് ജനറേറ്റ് ചെയ്തെടുക്കണം. അത് എന്നിട്ട് വീഡിയോക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം അവർക്ക് ഓഡിയോ കൊടുക്കണം. സോ ഞാൻ ഇതും ചെയ്യുന്നത് ഹിക്സ്ഫീൽഡ് വെച്ചിട്ട് തന്നെയാണ്. ഹിക്സ്ഫീൽഡിൽ ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് നാനോ ബനാനോ പ്രോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ മേക്കിംഗ് ഞാൻ മൊബൈൽ വെബ്സൈറ്റിൽ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നാനോ ബനാനോ പ്രോ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രോംപ്റ്റിൽ നിങ്ങൾ ഇമേജിൻ്റെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഞാനിവിടെ കൊടുക്കുന്നില്ല. ഇതിനുശേഷം ഞാനിവിടെ ആസ്പെക്ട് റേഷ്യോ 9:16 ആക്കുന്നുണ്ട്. കാരണം അതാണ് റീൽസിൻ്റെ റേഷ്യോ. അതിനുശേഷം റെസൊല്യൂഷൻ ഞാൻ 1K തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. സോ ഇതും ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഏകദേശം 1 to 3 മിനിറ്റ്സ് എടുക്കും. സോ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഫോട്ടോ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ല ഫോട്ടോസ്, കാരണം ഇതിലും മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ നല്ലൊരു ഫോട്ടോ സെലക്ട് ചെയ്തതിനു ശേഷം മോഡിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് സ്പീക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ടൂൾ എന്ന് പറയുന്നത് ഗൂഗിൾ വിയോ 3 ആണ്. സോ അതൊന്ന് സെർച്ച് ചെയ്തിട്ട് ഗൂഗിൾ വിയോ സെലക്ട് ചെയ്തിട്ട് അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും, പക്ഷെ നമുക്ക് ജനറൽ മതി. സോ നിങ്ങൾ ജനറൽ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 2 പ്രോംപ്റ്റിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ഓഡിയോ പ്രോംപ്റ്റും ആക്ഷൻ പ്രോംപ്റ്റും കാണാൻ പറ്റും. സോ ആദ്യം നിങ്ങൾ ഓഡിയോ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓഡിയോ പ്രോംപ്റ്റിലാണ് നമ്മുടെ ഈ ഒരു ഡയലോഗ്, എന്തൊക്കെ ഡയലോഗ് പറയണമെന്നുള്ളത് ഓഡിയോ പ്രോംപ്റ്റിൽ കൊടുക്കുക. അതിനുശേഷം ആക്ഷൻ പ്രോംപ്റ്റിൽ നമ്മുടെ വീഡിയോ പ്രോംപ്റ്റും കൊടുക്കുക. ഓക്കെ, സോ ഇതെല്ലാം ഞാൻ ChatGPT വഴി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ ജസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യുകയാണ്. ആക്ഷൻ പ്രോംപ്റ്റിൽ നമ്മുടെ വീഡിയോ പ്രോംപ്റ്റും, വീഡിയോയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ആക്ഷൻ പ്രോംപ്റ്റിൽ കൊടുക്കുന്നത്. ഓഡിയോ പ്രോംപ്റ്റിൽ നമ്മുടെ എന്താണ് പറയേണ്ടതെന്നുള്ളത് ഓഡിയോ പ്രോംപ്റ്റിലും കൊടുക്കുക. സോ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി 1080p ആക്കി കൊടുക്കുക. നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ റേഷ്യോ എന്തായാലും റീൽസിൻ്റെ റേഷ്യോ തന്നെ കൊടുക്കുക, 9:16. അതിനുശേഷം ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇത് ലോഡ് ആവാനായിട്ട് ഏകദേശം ഒരു 3 to 4 മിനിറ്റ്സ് എന്തായാലും എടുക്കും. സോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി ഇവിടെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്ലേ ചെയ്ത് നോക്കുക. ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നെ സഹായിക്കാൻ? ഓഡിയോസും ഡയലോഗ്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളത് സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ക്യാപ്കട്ട് ഓർ എനി അതർ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ട് ഇത് മെർജ് ആക്കിയിട്ട് വീഡിയോ ഉണ്ടാക്കുക. സോ നല്ല പണിയൊന്നുമില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന സംഭവമേ ഉള്ളൂ ഇത്.
സോ ഇങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മില്യൺ വ്യൂസും ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. സോ ഹിക്സ്ഫീൽഡ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് യൂസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. അത് ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റ് അല്ല, നിങ്ങൾക്കത് പെയ്ഡാണ്. സോ ക്രെഡിറ്റ്സ് പോയിൻറ്റ്സ് നിങ്ങൾ വാങ്ങേണ്ടി വരും. സോ അത് വാങ്ങുക, കുറഞ്ഞ ചിലവിൽ നിങ്ങൾ വാങ്ങിയിട്ട് നല്ല വീഡിയോസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. സോ മാക്സിമം നിങ്ങൾക്ക് വ്യൂസ് വാരാനായിട്ട് പറ്റും. സോ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.